വെള്ളപ്പൊക്ക ദുരിതബാധിതർക്ക് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം വൈകുന്നു. സഹായത്തിനായി ഉദ്യോഗസ്ഥരെ സമീപിക്കുന്ന വയോധികരോട് പോലും വെള്ളം കയറിയതിന്റെ തെളിവ് ചോദിച്ച് മടക്കി അയക്കുകയാണ് ഉദ്യോഗസ്ഥർ. കൂലിപ്പണിക്കാരും വയോധികരും അടക്കമുള്ള ദുരിതബാധിതരുടെ ജീവിതം വഴിമുട്ടുമ്പോഴും സർക്കാർ സഹായങ്ങൾ പലതും കടലാസിൽ ഒതുങ്ങുകയാണ്. വെള്ളപ്പൊക്കത്തിൽ ഏറ്റവും അധികം നഷ്ടം സംഭവിച്ച കണ്ണാടിക്കൽ പ്രദേശത്താണ്. സർക്കാരിന്റെ ഒരു സഹായവും ഇവിടുത്തുകാർക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ആ കൂട്ടത്തിൽ രോഗികളുണ്ട്, വയോധികരുമുണ്ട്. ഇത് തെക്കേ പെരുമണ്ണിൽ മീനാക്ഷി, 70 വയസ്സുള്ള വിധവ. വീടൊഴിച്ച് ബാക്കിയെല്ലാം വെള്ളപ്പൊക്കത്തിൽ നഷ്ടമായി. ഏകമകൻ നഷ്ടപ്പെട്ട ഒരമ്മ കൂടിയാണ് മീനാക്ഷി. നഷ്ടപരിഹാരം കിട്ടണമെങ്കിൽ വെള്ളം കയറിയേ അതിൻ്റെ ഫോട്ടോ എടുത്ത് വെക്കണമെന്ന്. പക്ഷേ എനിക്കുള്ളത് ചെറിയ ഫോണാണ്, ആ വലിയ ഫോണില്ല, അതിലാണ് എടുക്കാൻ പറ്റുള്ളൂ. കുറേ സാധനങ്ങളും പോയി, പിന്നെ ഇങ്ങനെ ഓരോന്നും നശിച്ചു പോയി. അളമാരിയൊക്കെ ഇതായിപ്പോയി. ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല, ആരും തന്നിട്ടില്ല. സർക്കാരിന്റെ ഒരു സഹായവും ഇതുവരെ ഈ അസുഖബാധിതരായ വയോധികരെയും തേടിയെത്തിയിട്ടില്ല. ഈ വെള്ളം ഈ വീടിന് എവിടെ വരെ കയറിയിരുന്നു അന്ന്? ഒരു അലമാരിന്റെ ചെറിയ തട്ട് വരെ കയറി. അമ്മക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ? ശ്വാസം മുട്ടുന്നുണ്ടെങ്കിലും മൂപ്പരിക്കാണ് വയ്യാത്ത, ക്യാൻസറൊക്കെ ആയിട്ട് 33 റേഡിയേഷനൊക്കെ ചെയ്തു. എന്തെങ്കിലും സഹായം ലഭിച്ചിരുന്നോ സർക്കാരിൽ നിന്ന്? അത് അരിയെ തന്നു, അല്ലാണ്ട് അവിടുന്ന് അതെന്തുണ്ട് പറയുന്നുണ്ട്, ഫോം എഴുതി കൊടുക്കണം, അല്ലാണ്ടൊന്നും കിട്ടിയിട്ടില്ല. ദുരിതാശ്വാസ ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും വീടുകളിൽ വെള്ളം കയറി എല്ലാവർക്കും 10,000 രൂപ അടിയന്തര സഹായമായി നൽകുമെന്നായിരുന്നു സർക്കാർ പ്രഖ്യാപനം. ഇതുവരെ ഞങ്ങൾക്കൊന്നും സഹായങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഇവിടുന്ന് ഞങ്ങൾ കിറ്റൊക്കെ കൊടുക്കുന്നു, ക്യാമ്പിൽ പോയവർക്ക് മാത്രം എന്തോ കിറ്റ് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. അല്ലാതെ ഞങ്ങൾക്കായിട്ട് പ്രത്യേകം ഒന്നും കിട്ടി. കഴിഞ്ഞ പ്രാവശ്യത്തെ പൈസ തരെ കിട്ടാനുള്ള ആൾക്കാരും ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇതേമാതിരി 10 രൂപ എല്ലാവർക്കും ഇതാക്കിയിട്ട് കുറേ ആൾക്ക് ഇവിടെ കിട്ടാനുണ്ട്. ക്യാമ്പിലൊന്നും പോയി നിന്നിട്ടില്ല, ബന്ധുവീട്ടിലായിരുന്നു പോയി നിന്നത്. അതിനെക്കൊണ്ട് ഇതുവരെ ഒരു സഹായം കിട്ടിയിട്ടില്ല. എല്ലും കട്ടിലും കിടക്കിയൊക്കെ പോയി, ഒന്നും കിട്ടിയില്ല. വെള്ളം കയറിയതിനെ തുടർന്ന് മാറി താമസിക്കുന്നവർക്ക് വീട്ടുവാടകയും ബാധിക്കപ്പെട്ട കുടുംബങ്ങളിലെ ഒരു റേഷൻ കാർഡിലെ 2 അംഗങ്ങൾക്ക് പ്രതിദിനം 300 രൂപ വീതം നൽകുമെന്ന സർക്കാർ പ്രഖ്യാപനവും കടലാസിൽ ഒതുങ്ങി. സഹായത്തിന് അപേക്ഷിക്കുന്നവരോട് വെള്ളം പൊങ്ങിയതിന്റെ തെളിവെവിടെയെന്നാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ചോദിക്കുന്നത്. പ്രളയക്കെടുതിയിൽ സകലതും നഷ്ടപ്പെട്ടവർക്ക് ഇനിയും കാത്തിരിക്കാനാകില്ല. ജീവിതം തിരിച്ചുപിടിക്കാൻ അടിയന്തര സഹായമാണ് ഇവർ ആവശ്യപ്പെടുന്നത്. സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ അർഹരിലേക്ക് എത്രയും വേഗം എത്തിക്കണമെന്നതാണ് സാധാരണക്കാരുടെ ആവശ്യം. ജനം, കോഴിക്കോട്.